നമ്മള് പെഹൽഗാം എത്തി റൂമെല്ലാം പെഹൽഗാം വരുന്ന വഴിക്ക് അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സീനറി എല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ റൂമിലെത്തി ഫ്രഷ് ആയി നല്ല ഐസും കൂടെ നല്ല എന്താ പറയുക തണുത്ത വെള്ളത്തിൽ കൂടി അത് കുടിച്ചപ്പോ തന്നെ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിലും കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, ചെറിയ ധാബയാണ്. അപ്പൊ ഈ ധാബയിൽ നമ്മള് നല്ല മട്ടൻ കറിയും ചോറുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. स्पेशल क्या है? हाँ गोल गोल राउंड वाला. और दूसरा कौन सा है आप? इसको कहते हैं रिश्ता. हाँ ओके ओके ओके. कबाब की जैसे है ना ये बोल बोल वाला. ये रिश्ता कबाब. ये कबाब है. ओ वो कबाब वाला. हाँ कश्मीरी कबाब. कश्मीरी कबाब है ये. हाँ ये कहते मटन है ना? दो रखिए. ये एक वो भी दे दो, टेस्ट देगा ना. वो एक ये. और ये क्या? ये रोगन जोश है. रोगन जोश. ओके ओके. वो एक दे दो. ये भी एक दे दो. टेस्ट एक वो एक. അപ്പോൾ രണ്ടും ഓരോന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് റെഡി ആണെങ്കിൽ ഇനി വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഇസ്ക ക്യാ പോലത്തെ റോഗൻ ജോഷ് കുർമ. കുർമ നമ്മുടെ കുർമ റോഗൻ ജോഷ് എന്ന് പറയുന്ന സാധനം അതെടുക്കും. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് അവിടുത്തെ ലോക്കൽസ് ഒക്കെ എന്നെ തന്നെ നോക്കിയിരിക്കണേ. ഗൈസ് നമ്മുടെ പറഞ്ഞ സാധനം കബാബ് പോലത്തെ എന്തോ കൊടലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൊടല അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ ഇത് ये क्या कबाब कहते हैं इसको. कश्मीरी कबाब. कश्मीरी कबाब. ये पेट के ना? पेट है ना? हाँ ओके. और ये इसको बोलते हैं कि रिश्ता. रिश्ता. ओके 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 भाई शुक्र. टेस्ट करेगा. बिस्मिल्लाह. ഡ്രൈ ആണ് കറിയും റൈസും. നല്ല ചൂട്. ഓ ബെസ്റ്റ്. നല്ല സ്പൈസ്, നല്ല എരിവ്, നല്ല ഫ്ലേവറും, അടിപൊളി സാധനം. മൊത്തം 150 150 ആയി. ये क्या है? These are the meat balls. मीट बॉल्स. हाँ ओके. ये प्रिपरेशन के पहले स्टेज है. हाँ ओके. आपका नाम क्या है? बिलाल. बिलाल. कश्मीरी आप? हाँ ओके ओके. അപ്പോൾ ഗൈസ് നമ്മൾ ലഞ്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സൈറ്റ് സീയിങ്ങിന് കാര്യങ്ങളൊക്കെ പോവാണ്. ശരിക്കും മനസ്സും വയറും നിറഞ്ഞ ഒരു എന്താ ഒറ്റ പ്ലേറ്റിൽ തന്നെ ഒന്നിച്ചിരുന്ന് കഴിച്ചു നമ്മൾ. അടിപൊളിയായിരുന്നു. നോക്കിയിട്ട് ഗൈസ് ഈ പോസ്റ്റ് ബോക്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ കാണാത്ത കാഴ്ച. പണ്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പോൾ ഇല്ലേ തോന്നുന്നു. ബെൽഗാമിലെ പോസ്റ്റ് ബോക്സാണ്, പോസ്റ്റ് ഓഫീസ് ആണത്. ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഗ്രീൻ ടോപ്പ് റിസോർട്ട് എന്നിട്ട് ഇതിൻ്റെ പേര്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. വേണ്ട നല്ല കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. നല്ല സുഖം, ഭംഗിയാണ്. എന്താ കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളി വ്യൂ. ചന്ദൻ വാരി അവിടെ എത്തിയിരിക്കുക നമ്മൾ. നല്ല നോക്കിയിട്ട് പുഴ നോക്കിയാട്ടെ, അടിപൊളി റിവർ. ഇതാണ് ചന്ദൻ വാരി. 0 കിലോമീറ്റേഴ്സ് അടിക്കുന്നത്. നമുക്ക് ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ട്രക്ക് ചെയ്യാണ്ടെന്ന് അവർ പറയുന്നത്. ഹായ് ചെമ്മരിയാടുകൾ. കുഞ്ഞൻ തളർന്നിരിക്കാൻ തോന്നുന്നു പറയും. പിന്നെ ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. കുതിരയിൽ മുകളിൽ പോയി തിരിച്ചു വരാൻ 400 രൂപയാണ്. 400 per person. നോക്കിയ ഗൈസ് അടിപൊളി. എന്താണല്ല നമ്മൾ സിനിമയിലെല്ലാം കാണും പോലെ അടിപൊളി വ്യൂ. പൊളിയല്ലേ? അടിപൊളിയല്ലേ? ഇതാണ് ചന്ദൻ വാരി ട്രക്കിംഗ്. അടിപൊളി. പിന്നെ ഇവിടെ പ്രാവലുണ്ട്. കുട്ടികൾ കയ്യിൽ തരും, അതിന് കാശും കൊടുക്കണം. 50-100 അവർ പറയുന്നത്. എന്താ ഒരു പ്രാവും കൊണ്ട് നടന്നു വരുന്നുണ്ടാ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 റൂട്ടുണ്ട്.
ഒന്ന് നമുക്ക് ആ സ്റ്റെപ്പ് കയറി പോവാം, അതല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ കുറച്ചും കൂടി അഡ്വഞ്ചറായിട്ട് പോവാം. അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ തെന്നിപ്പോയ കാലും കൈ ഓടിയില്ലേ അങ്ങനത്തെ സാധനം. കാരണം ചില ഭാഗത്തൊക്കെ നല്ല സ്റ്റീപ്പ് റോക്സ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇത് എവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറി പോവാം. നല്ല രസമാണ് ഇതിന് മുകളിലോട്ട് കയറി വരാൻ. പൊള്ളിയാണ് കഴിച്ചത്. കുതിര വേണ്ട, കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു സംഭവം ഞാൻ കാണിച്ചേ, അടിപൊളി സാധനം നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതാ ഐസ് ഗ്ലേഷ്യേഴ്സ്, ഇതുപോലത്തെ ഗ്ലേഷ്യേഴ്സൊക്കെ മെൽറ്റായ വെള്ളമാണ് ഈ കാണുന്നത് മൊത്തം. വാവ്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ ഐസാണിത്. ഇത് മെൽറ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് തണുപ്പ് കാലത്ത് കംപ്ലീറ്റ് ഈ റിവർ മൊത്തം മൂടും, ഫ്രീസാവും. ഈ ഒരു ഇലയിൽ ജസ്റ്റായിട്ടൊന്ന് ചെറുതായി തട്ടിയതാണ്. ഈ ഒരു ഇലയിൽ ഇത് എന്തലയാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ടായതാണ് ഇങ്ങനത്തെ കൈ. വേദന ഉണ്ട് അത്? ഓഫ്, ഭാഗ്യം. സാനിറ്റൈസർ ആയിട്ട് ഇട്ട് വെക്കണ? നല്ല ചൊറിച്ചിലുണ്ട്. ഇവിടെ ഉള്ള ലോക്കൽസിന്റെ അടുത്ത് തന്നെ പറഞ്ഞപ്പോൾ അവര് തന്നെ ഒരു ഇല തന്നിട്ട് അതിന്മേൽ തുടങ്ങിയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. ഇതാണ് ഈ സൈഡിലൊക്കെ ഉള്ള ആ കാടാണ്. ഇതാണ് ഇവരെ മറ്റേ ഒരു കേവിലേക്ക് പോകുന്നതാണ്. ഇതാണ്ടില്ലേ, ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ പടിയിലും ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് ഇവർ മുകളിലോട്ട് കയറി പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതുവഴി കയറാൻ പെർമിറ്റ് ഉണ്ടായിരുന്നില്ല. പെർമിഷൻ വേണം, അല്ലാണ്ട് ഇവിടുന്ന് ആർക്കും കയറാൻ പറ്റും. ഇവിടെ ആർമിക്കാരൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, കഴിഞ്ഞു തിരിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കടലിൽ നിന്ന്. ആൾക്കാരൊക്കെ കയറി വരുന്ന കുതിരപ്പുറത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ 100 മീറ്റർ ഉള്ളൂ. ഇത് 200 റുപ്യക്കൊന്നും കയറി വരാൻ മാത്രമുള്ള ഒന്നുമില്ല ഇവിടെ. കുതിരപ്പുറത്ത് കയറി വരാൻ മാത്രമൊന്നും ഇവിടെ ഇല്ല. പിന്നെ അത് പലരുടെയും ജീവിത മാർഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ. Entry fees is 100 rupees per head. നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല പുല്ലൊക്കെ ആയിട്ട് അടിപൊളി സ്പോട്ടാണ് ബേത്ത വാലി. പിന്നെ ഈ റിവർ ഉണ്ട്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ആ പുല്ലും. താഴെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ അതിൻ്റെ താഴെയും കൂടി പോകണ്ട റിവർ സൈഡിൽ. 100 രൂപ വെറുതെ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണത്. ഇനിയും സ്പോട്ടുകളുണ്ട്. ആറോ വാലി ഇതിനെക്കാട്ടി കിടുവാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പള്ളിയിലേക്കുള്ള റൂട്ടാണ്. കണ്ടില്ലേ, മസ്ജിദ് ഷരീഫ്. അത് നിസ്കരിക്കാനുള്ള ഏരിയ ഉണ്ടോ. അത് അടിപൊളി പൈൻ വാലിയാണ്, നേരെ ഓപ്പോസിറ്റ്. പൊള്ളി ലൊക്കേഷൻ കേട്ടോ, ഒന്നും പറയാനില്ല. ഫുൾ റാപ്പിഡ്സ് ആണ്. ബേതാബ് വാലിയിൽ വന്ന ടാക്സികളാണ്. അവർ ഇവിടുന്ന് കഴുകണം വണ്ടി. അത്യാവശ്യം ഇവിടെ കാണുന്ന കാഴ്ചകൾ തന്നെയാണിത്. നല്ല ഫ്രീസിങ് വെള്ളം കേട്ടോ. സോ ഇതാണ് ബേതാബ് വാലിയിലെ എൻട്രൻസ്. അവിടെ കയറാൻ 100 റുപ്യാണ്. 10 അടി വരെ ഫ്രീസാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പോയ സ്പോട്ടിൽ. അതേസമയം ഇതിലൊക്കെ ഒരു 5-6 വരെ ഐസ് ഉണ്ട്, അടി ഐസ് ഉണ്ടാവാറുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഏതാണ് സൺസെറ്റ് ആയി, 6:30 ഓറോ വാലിയും കൂടി ഉണ്ട്. ഓറോ വാലിയാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കുറേ കാലത്തെ. അപ്പോൾ ഓറോ വാലി പോകാൻ പറ്റുമെന്ന് അറിയില്ല. അത് നല്ല വെളിച്ചത്തിൽ വേണം പോകാൻ. എന്നിട്ട് സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ്. സൺസെറ്റ് ഇവിടെ തന്നെ ആയി ഓൾറെഡി. മുകളിൽ സ്നോ ഉണ്ട്, ഏറ്റവും മുകളിൽ. ഇവിടെ എന്തോ ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഇതോ കന്നഡ ഫിലിം ആണെന്ന് തോന്നുന്നു. കന്നഡ മൂവി ഷൂട്ടിംഗ്. ക്യാമറയും കാര്യങ്ങളൊക്കെ. ഓ, റെഡ് എപ്പിക് എം.
അപ്പോൾ ഏതോ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കാര്യമൊക്കെ കഴിഞ്ഞുള്ളൂ. കന്നഡ ഫിലിമാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് റെഡിൻ്റെ ക്യാമറ, എയറിൻ്റെയും റെഡിൻ്റെ ഒക്കെ ക്യാമറ. അടിപൊളി. കണ്ട് ഈ ഹോട്ടൽ കണ്ടില്ലേ, ഹോട്ടൽ അൽപ്പാൻ. ഓ ഇവിടെയൊക്കെ താമസിച്ച് എന്തായിരിക്കും അല്ല, ഇവിടെ അടിപൊളിയല്ല. സ്നോ ക്യാപ് മൗണ്ടെയിൻസ്. അവിടെ മുകളിലുണ്ട് സ്നോ, അവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട് സ്നോ ലേശം. വാ പൊള്ളി സ്ഥലം. ആ ഓക്കെ, ഇവിടെ ഇതാണ് റാപ്പിഡ്സ് ഉണ്ട്, റിവറാണ്. ഓ അടിപൊളിയല്ലേ ഇതൊക്കെ. മൊത്തം പൈൻ ഫോറസ്റ്റ് ആണ്, അതാണ് ഇതിൻ്റെ ഭംഗി. പിന്നെ ഇത് നോക്കിയാട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ലൈറ്റ് ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങി നേരത്തെ പറഞ്ഞത് എന്താണ് ഗ്രീന്, അതിനുശേഷം എന്താ പറയുക കുറച്ചും കൂടി കട്ടി കൂടി, പിന്നെ ഡാർക്ക്, പിന്നെ അതിനുശേഷം ലൈറ്റ്. പക്ഷെ ഇതിനേക്കാൾ നല്ല ഇത് കിട്ടിയത് നമുക്കിതാ പിന്നെ ഇവിടെയാണ്. എന്താ കുറച്ചും കൂടി ആ ഒരു കളർ കോൺട്രാസ്റ്റ് ഉണ്ടല്ലേ, അടിപൊളിയല്ലേ ഇത്. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ സൂര്യൻ വെളിച്ചം പോയി, അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേയൊക്കെ. ഒരുപാട് പൂക്കളുണ്ട് ഈ സൈഡിൽ, നല്ല നടപ്പാതയും കാര്യങ്ങളും. അതേപോലെ ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ ഒരു ഷെഡെല്ലാം ഉണ്ട്. ഇത് സൺസെറ്റിന് മുന്നേ വരുന്നത്, അതായത് ഇപ്പം സൺസെറ്റ് എന്ന് വെച്ചാൽ ഒരു 7 മണി 7:15 ആകുമ്പോൾ ഇവിടെ സൺസെറ്റാണ്. മിനിമം ഒരു 6 മണിക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വ്യൂ കിട്ടും. ആ ഗോൾഡൻ ഹവർ നമുക്ക് പറയില്ലേ, അതല്ലെങ്കിൽ സൺറൈസ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു എൻട്രൻസിൽ 100 രൂപ എടുക്കണം കേട്ടോ, വണ്ടിക്ക് 100 രൂപ എടുക്കണം. നമ്മൾ ഈ ആറോ വാലിൻ്റെ ഏറ്റവും എൻഡിലെത്തി. ദൂരെ കാണുന്ന മൗണ്ടെയിൻസ്, അതൊരു കാര്യം ഉറപ്പാണ്, സൺറൈസിന് വന്നു കഴിഞ്ഞാൽ, ഗോൾഡൻ ഹവറിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. അത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. സൺറൈസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് രാവിലെ വരാൻ പറ്റണം, ഉറപ്പാണ് വരണത്. അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ ടൈം, ബെസ്റ്റ് സൺറൈസിൻ്റെ ടൈമാണ്. മിസ്സായിപ്പോയി, ലേറ്റായിപ്പോയി, അതാണ് പണി കിട്ടിയത്. ഒരുപാട് ആഗ്രഹിച്ച് വന്നൊരു സ്പോട്ടാണ്. ഓരോ വാലി നമുക്ക് ഇവിടെയും കയറാം, അതേപോലെ ആ ഒരു ഭാഗത്തോട്ടും പോവാം. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോവാം, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ശരിക്കും അവിടെയാണ് പോകേണ്ടതും. പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇതൊന്നും ഇത് ലോഡായി കഴിഞ്ഞിട്ടില്ല ഫിലിമിൻ്റെ കാര്യങ്ങൾ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് സിം കാർഡ് എടുത്തത്. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഒരു ആക്ടിവേഷൻ ടൈം വരുന്നത്. ഓൾ ഓവർ ഇന്ത്യ വർക്ക് ചെയ്യുന്ന പറയുന്നത്, അതേപോലെ ലേ ലഡാക്കെല്ലാം വർക്ക് ചെയ്യുന്ന പറയും. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഐറ്റമാണ്. നേരത്തെ ട്രൈ ചെയ്ത് ഇതുപോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് റോഗൻ ഗോഷ് പെർ പ്ലേറ്റ് എന്തോ 2 200 രൂപയുടെ അതും, പിന്നെ തവാ റൊട്ടിയും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല സെറ്റപ്പായ റെസ്റ്റോറൻ്റ് ആണ് കേട്ടത്. റോഗൻ ജോഷ് ആട്ടോ നമ്മൾ പറഞ്ഞ ഇതാണ് സാധനം. നല്ല കഷ്ണമാണ് കേട്ടോ, നമ്മൾ ചെറിയ കഷ്ണമായി പോയി. ഇത് റൊട്ടി, തവാ റൊട്ടിയാ, ഇത് ചോന്ന കറി കേട്ടാ. റൊട്ടി ഇപ്പം ഉണ്ടാക്കിയാണ് ഇത്. ഗീ ഓയിൽ, റിഫൈൻഡ് ഓയിലാ, റിഫൈൻഡ് ഓയിൽ. എനിക്കിതൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് പോലെ ഫീൽ ചെയ്തത്. പക്ഷേ ഇത് റിഫൈൻഡ് ഓയിലാണ്. മുമ്പ് അടിപൊളി സാധനം, നല്ല സ്പൈസും കാര്യമൊക്കെ അത്യാവശ്യം നല്ലതാണ്. എരിവില്ല, നല്ല സ്പൈസ്. എന്താ ഇറച്ചിയൊക്കെ നല്ല സുഖമായിട്ട് വലിഞ്ഞു പോരുന്നുണ്ട്. ഇതാണ് കാശ്മീരി കഹവ. ഞാൻ ഈ സ്പെഷ്യൽ ചായ എന്ത് കണ്ടാ ചോദിച്ചപ്പോൾ അവർ തന്നാണ്. बादाम, इसमें क्या क्या डालते हैं? काजू, बादाम, किशमिश, हाँ ओके, और केसर। केसर कुछ पाउडर ऐसा कुछ डालते हैं? नहीं, नहीं केसर को മിക്സ് ആക്കി മസാല. ഓക്കെ ഓക്കെ. അപ്പോൾ അവർ ഈ പറഞ്ഞ സംഭവം പേര് ആഡ് ചെയ്യുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മധുരം, നല്ല സുഖം കുടിക്കാൻ, ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സുഖം, തണുപ്പത്ത് കുടിക്കാൻ. भाई ये स्वीटनेस किसके है? ये स्वीटनेस किसके है? शुगर बस, लेकिन कुछ और का स्वीटनेस आ रहा है. वो तो मसाला होता है ना, इसका मसाला उसका, इसमें दालचीनी, इलायची. हाँ इलायची. ഓക്കെ. ഇവിടെ സാധനം 50 രൂപയാണ് ഇതിൻ്റെ വില. ഇവിടെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ബദാം. സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസൺ. നമ്മളുടെ റൂമിൽ തിരിച്ചെത്തിയ രാത്രി കാണാൻ സ്പെഷ്യൽ ഭംഗിയാണ്. പുറത്തിരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റൂമിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, ബഫേ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഒക്കെ ഇതാണ് ഇവിടുത്തെ ലോബി, കയറി വരുന്ന ലോബിയാണിത്. പുറത്താണിത്, ഔട്ട്സൈഡ് സിറ്റിംഗ് ഏരിയ.
ഇപ്പോൾ നമുക്ക് രാവിലെയൊക്കെ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റിയ സ്പോട്ടാണിത്. ഓക്കെ, ഈ ഒരു വ്യൂ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ രാവിലെ. ഇവിടെ ശരിക്കും മലകളാണ് ഫുള്ള്. ദൂരെയുള്ള മല ശരിക്കും സ്നോ ക്യാപ്റ്റാണ്. അത് ചെറിയ ചെറിയ സ്നോയിലുണ്ടായിരുന്നു നേരത്തെ വന്നപ്പോൾ. പിന്നെ പൈൻ ഫോറസ്റ്റ്, അതൊക്കെ നല്ല അടിപൊളി വ്യൂ, അടിപൊളി ലൊക്കേഷൻ. എനിക്കൊന്ന് ആൾട്ടിറ്റ്യൂഡിന് ചെറിയ പ്രശ്നം എനിക്ക് ചെവിയിനൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് ഗ്രാജുവൽ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നം എനിക്ക് ഉണ്ടാവില്ല എന്ന് പ്രയാസമാണ്. ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. കാര്യം പക്ഷെ മെല്ലെ മെല്ലെയാണ് കയറി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയടിക്ക് കെയ്ലോങ് ജിസ്പ റെസ്റ്റോറൻറ്റ് ഒറ്റയടിക്ക് കയറുന്ന പ്ലാനായിരുന്നു. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പാളിപ്പോയത്. പിന്നെ അത്രയും കാലാവസ്ഥ മാറ്റി വരുന്നത്. ഇപ്പോൾ ഒറ്റ കാലാവസ്ഥയാണ് നമുക്കുള്ളത്. ഡൽഹി മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് ഒരേ കാലാവസ്ഥയാണ്. രാവിലെ ചൂടും വൈകിട്ട് തണുപ്പും.